ഹലോ നമസ്കാരം, എല്ലാവർക്കും neethuslifediaries ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി ഹെയർ പാക്കുമായിട്ടാണ്. എല്ലാവരുടെയും പ്രശ്നമാണ് തലയൊട്ടിയിലെ ചൊറിച്ചിൽ, അതായത് താരൻ അല്ലേ. ഈ ചൊറിച്ചിലിന് കാരണം താരൻ തന്നെയാണ്. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഈ ഒരു ഹെയർ പാക്ക് തലയൊട്ടി നന്നായിട്ട് വൃത്തിയായിട്ട് ഇരിക്കാനും താരനൊക്കെ മാറ്റിയിട്ട് അതുപോലെ തന്നെ മുടി നന്നായിട്ട് തഴച്ച് വളരാനുമാണ് ഈ ഹെയർ പാക്ക് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ഹെയർ പാക്ക് എല്ലാ മാസത്തിലും ഒരു ദിവസം വെച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. നല്ലൊരു റിസൾട്ട് ഉണ്ടാവും. അപ്പോൾ നമുക്ക് സമയം കളയാതെ തന്നെ വേഗം പാക്ക് ഉണ്ടാക്കാൻ പോയാലോ എന്ന് പറയും. അപ്പോൾ നമ്മുടെ ഹെയർ പാക്ക് ഉണ്ടാക്കാനായിട്ട് ആദ്യം വേണ്ടത് കരിഞ്ജീരകവും ഉലുവയും. ഒരു 2 ടീസ്പൂൺ വീതമാണ് കരിഞ്ജീരകവും ഉലുവയും ഞാൻ എടുത്തിരിക്കുന്നത്. ഹെയർ പാക്ക് ഉണ്ടാക്കുന്നതിന് ഒരു 2-3 മണിക്കൂർ മുമ്പ് ഞാനത് കുതിർത്ത് വച്ചിരിക്കുകയാണ്. അപ്പോൾ അത് വേണം. രണ്ടാമതായിട്ട് വേണ്ടത് അലോവേറയുടെ ജെല്ല്. ഇതിപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഉണ്ടായിരുന്നതാണ്. ഒരു തണ്ട് എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇത് ഇല്ലയെന്നുണ്ടെങ്കിൽ അലോവേറ ജെല്ല് നമുക്ക് യൂസ് ചെയ്യാം. ജെല്ല് മാർക്കറ്റിൽ നിന്ന് കിട്ടുമല്ലോ, അപ്പോൾ അത് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി വേണ്ടത് ഒരു സവാളയാണ്. ഒരു പകുതി സവാള മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. ഇനി വേണ്ടത് ഒരു മുട്ടയാണ്. അതിൻ്റെ മഞ്ഞക്കരു മാറ്റിയിട്ട് വെള്ളം മാത്രം മതിയാവും. ഇനി നമുക്കൊരു മിക്സിയുടെ ജാർ എടുത്തിട്ട് നമുക്കിതെല്ലാം കൂടെ ഒന്ന് അടിച്ചെടുക്കാം. അടിക്കുന്നതിന് മുമ്പ് തന്നെ ഉലുവയും കരിഞ്ജീരകവും ഇട്ടിരി വെച്ചിരുന്ന വെള്ളമില്ലേ, അത് നമുക്കൊരു ഗ്ലാസ്സിൽ സെപ്പറേറ്റ് മാറ്റി വയ്ക്കാം. അത് നമുക്ക് പിന്നീട് യൂസ് ചെയ്യാനുണ്ട്. അങ്ങനെ നമ്മുടെ പാക്ക് ഇതേ റെഡി ആയിരിക്കുകയാണ്. അത്ര ലൂസും അല്ല, എന്നാൽ അത്ര ടൈറ്റും അല്ലാത്ത രീതിയിലാണ് ഇത് ഇരിക്കുന്നത്. പക്ഷേ ഇത് ഇരിക്കും തോറും കട്ടിയാകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഉലുവയും കരിഞ്ജീരകവും ഇട്ട വെള്ളം കളയണ്ടാന്ന്. ഇത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അത് ഒഴിച്ചു കൊടുക്കുമ്പോൾ അതിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി കറക്റ്റായിട്ട് തന്നെ വരും. അത്ര ലൂസാവില്ല കേട്ടോ. പിന്നെ മാത്രമല്ല, നമ്മൾ അരയ്ക്കുമ്പോൾ എങ്ങാനും നമുക്ക് കട്ടി കൂടിക്കഴിഞ്ഞാലും അരയ്ക്കണ സമയത്തും ഈ വെള്ളം ഒഴിച്ചു കൊടുക്കാം. പിന്നെ തേക്കണ സമയത്തും നമുക്കിത് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇവിടെ നമുക്കത് തലയിൽ തേക്കാൻ പറ്റില്ല, കാരണം ഉലുവ ആയതുകൊണ്ട് ഇവിടെ മൊത്തം മെസ്സാവും. അപ്പോൾ ഇത് ബാത്റൂമിൽ കൊണ്ടുപോയിട്ട് വേണം എനിക്കിത് തലയിൽ തേക്കാൻ. അപ്പോൾ തലയിൽ തേക്കുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങളുണ്ട്. ആദ്യം നമ്മൾ കുറച്ച് എണ്ണ എടുത്തിട്ട് തലയിൽ നന്നായിട്ട് തേക്കുക. ഒരു 5-10 മിനിറ്റ് നന്നായിട്ട് തേക്കുക. തേച്ചതിന് ശേഷം വേണം നമ്മൾ ഈ ഒരു പാക്ക് ഇടാനായിട്ട്. ഇട്ട് കഴിഞ്ഞിട്ട് ഈ ഒരു പാക്ക് 1 മണിക്കൂർ നമ്മൾ തലയിൽ ഇടാനായിട്ട് വയ്ക്കുക. അതിനുശേഷം 1 മണിക്കൂർ, മിനിമം 1 മണിക്കൂർ വയ്ക്കണം. 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമ്മൾ നന്നായിട്ട് കഴുകി കളയുക. മൈൽഡായിട്ടുള്ള ഷാമ്പു വേണം യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ എൻ്റെ തലയിൽ താരൻ ഞാൻ കാണിച്ചു തരാം കേട്ടോ എങ്ങനെയാണ്. കണ്ടോ, ഇങ്ങനെ നമ്മൾ പൊളിക്കുമ്പോൾ തെളിഞ്ഞു വരുന്നുണ്ടോ? ഇതാണ് വിരലിൻ്റെ ഇടയിൽ വരെ നമുക്കത് ഇരിക്കും. കണ്ടോ, ഇതാണ് എൻ്റെ തലമുടിയിലെ താരൻ. അപ്പം ഞാനിത് കൊണ്ടുപോയിട്ട് തേച്ചിട്ട് 1 മണിക്കൂർ കഴിഞ്ഞ് കുളിച്ചിട്ടൊക്കെ വരാം. ഓക്കെ, എന്നിട്ട് ഞാൻ കാണിച്ചു തരാം പോയിട്ടുണ്ടോ ഇല്ലയോ എന്ന്. 3 hours later. ഹലോ, അങ്ങനെ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ ഫ്രഷ് ആയിട്ട് വന്നിട്ടുണ്ട്. കുളി കഴിഞ്ഞതിന് ശേഷം ഞാൻ ലിവോണിൻ്റെ സിറവും കൂടി തേച്ചു. കാരണം ഷാമ്പുവും കണ്ടീഷണറും ഉപയോഗിച്ചുകൊണ്ട് ഞാൻ സിറവും കൂടി ഉപയോഗിച്ചു. ഇപ്പോൾ കുളി കഴിഞ്ഞതിന് ശേഷം ആ നനഞ്ഞ മുടിയിൽ ഒരിക്കലും മുമ്പ് യൂസ് ചെയ്യാൻ പാടില്ല. അത് മുടി പൊട്ടി പോകാനായിട്ട് സാധിക്കും. അപ്പോൾ നാച്ചുറൽ ഡ്രൈന് ശേഷം മാത്രം കോമ്പ് യൂസ് ചെയ്യുക. അങ്ങനെ അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ പറഞ്ഞല്ലോ താരൻ പോയിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതെ, കണ്ടോ, നോക്കിക്കോ, താരൻ നന്നായിട്ട് പോയിട്ടുണ്ട്. കണ്ടോ, സ്കാൽപ്പ്, അതാണ് ഞാൻ പറഞ്ഞത്, സ്കാൽപ്പ് വൃത്തിയാക്കാനായിട്ട് വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു ഹെയർ പാക്കാണ്. അപ്പോൾ മാസത്തിൽ 1 പ്രാവശ്യം യൂസ് ചെയ്താൽ മതിയാവും. അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കൂ, എങ്ങനെയുണ്ടെന്നൊക്കെ അറിയിക്കൂ. അത് നിങ്ങൾക്ക് ഈ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും സൈനിങ് ഓഫ് വിത്ത് ലവ് ഫ്രം നീതു ശ്രീജൻ. ബൈ ബൈ.